ആദരണീയരായ പാലക്കാട് ജില്ലാ സംയുക്ത ഖാദി അലി ഉസ്താദ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് കൊമ്പുസ്താദ്, ബഹുമാനപ്പെട്ട SYS സംസ്ഥാന ഉപാധ്യക്ഷൻ മാരാമംഗലം ഉസ്താദ്, SSFന്റെയും SYSന്റെയും SMA-യുടെയും ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെയും കർമ്മധീരരായ നേതാക്കൾ, പ്രവർത്തകർ, മഹല്ലത്ത് നിന്ന് വന്ന പ്രതിനിധികൾ, പ്രിയപ്പെട്ടവരെ, നമ്മെ നട്ടുച്ച സമയത്ത് നടുറോട്ടിലിറക്കിയ സംഭവം നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ 2 പ്രവർത്തകരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടതാണ്. നമുക്ക് വൈകുന്നേരം വരെ ഇവിടെ വെയിൽ കൊള്ളാം, നമുക്ക് ദിവസങ്ങൾ ഈ വെയിലെത്തിയിരിക്കാം, നമുക്ക് ഉണങ്ങി മരിക്കാം, പിടിക്കാതെ മരിക്കാം, നമുക്ക് ഈ രാജ്യത്തെ പോലീസുകാരുടെ മുമ്പിൽ മരിച്ചു വീഴാം. എസ് സാർ, നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മരിച്ചു വീഴാൻ തീരുമാനിക്കും. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് നീതി ലഭിക്കാം, ഞങ്ങൾക്ക് ഈ രാജ്യത്ത് സത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തിത്തരണം. അന്തൻ ഇരുട്ടിൽ കരിമ്പൂച്ചയെ തപ്പും പോലെയെന്ന് പഴമൊഴി പാലക്കാട് പോലീസിൽ ഞങ്ങൾ കാണുകയാണ്. പരിഹാരം കണ്ടില്ലെങ്കിൽ ഇതൊരു തുടക്കം മാത്രമായിരിക്കും. ചെറിയ തുടക്കമാണ്. 1954 മുതൽ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഇസ്ലാം ദീനിന്റെ പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഒരു കയ്യിലും വിശുദ്ധ ഖുർആൻ ഒരു കയ്യിലുമായി പിടിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരു സംസ്ഥാന കമ്മിറ്റിയുണ്ട്. ഒരു മെമ്പർക്കെതിരെ ഒരു പോലീസ് കേസില്ല സാർ. ആഭ്യന്തരമന്ത്രിയോട്, മുഖ്യമന്ത്രിയോട് എല്ലാം ഓർമ്മപ്പെടുത്തുന്നത് 1954 മുതൽ 2014 എത്തിയപ്പോഴേക്കും 60 വർഷം പിന്നിട്ടു സാർ. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഏതെങ്കിലും ഒരു യൂണിറ്റ് കമ്മിറ്റിയുടെ ഓഫീസ് പോലീസിന് ഇക്കാര്യത്തിനടക്കം റെയ്ഡ് ചെയ്യുന്നു. സത്യസന്ധതയെ നിങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ ഏതെങ്കിലും വർഗീയവാദത്തിന്റെ പേരിൽ, ഒരു പിന്തിരിപ്പൻ പ്രവർത്തനത്തിന്റെ പേരിൽ, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ പേരിൽ, മറ്റേതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യപ്പെട്ടതായ സംഭവം കേരളത്തിൽ ഇല്ല സാർ. ഇതുവരെ റെയ്ഡ് ചെയ്യപ്പെടേണ്ടി വന്നിട്ടില്ല സാർ. അത്രയും സമാധാനപരമായ, സത്യസന്ധമായ, നീതിക്ക് വേണ്ടി മാത്രം നിലകൊണ്ട ഒരു പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമുക്ക് കുഞ്ഞംസുവിനെയും നൂറുദ്ദീനെയും നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മുടെ ശൈഖുൽ ഹദീസ് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിനെ കത്തിക്കൊണ്ട് കുത്തിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും അതേപോലെ തന്നെ SK വിഭാഗത്തിന്റെയും ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ നമുക്കെതിരെ കാഴ്ചവെച്ചത്. അന്ന് ഈ പ്രസ്ഥാനം തളർന്നിട്ടില്ല, വളർന്നിട്ടേ ഉള്ളൂ. ഗുരു കുണ്ടൂർ ഉസ്താദിന്റെ മകനെ നടുറോട്ടിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ പ്രസ്ഥാനം വളർന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ചില സത്യങ്ങളും ചില യാഥാർത്ഥ്യങ്ങളും തുറന്നു പറയട്ടെ. നവംബർ 20 കൃത്യം രാത്രി 8 മണി, ആ രാത്രി സമയത്ത് ആ ചെറിയ ഗ്രാമം, കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിന്റെ ഏറ്റവും ചെറിയൊരു ഗ്രാമമല്ലേ കല്ലാങ്കുഴി. ആ കല്ലാങ്കുഴി എന്ന പ്രദേശത്ത് കുഞ്ഞംസു എന്ന സഹോദരന് 44 വെട്ടികളാണ് ആ സഹോദരന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. സാർ, നിങ്ങളുടെ FIR-ൽ അതില്ലേ സാർ? സാർ, നിങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതില്ലേ സാർ? 44 വെട്ടുകളേറ്റുകൊണ്ട് ഒരു പ്രവർത്തകൻ നടുറോട്ടിൽ അറുകൊല ചെയ്യപ്പെട്ടപ്പോൾ എന്തായിരുന്നു ആ പ്രവർത്തകന്റെ പേരിലുള്ള തെറ്റ്? എന്തായിരുന്നു അയാൾ ചെയ്തിരുന്ന അനീതി? സാർ, അയാളുടെ പേരിൽ കള്ളക്കടത്ത് കേസായിരുന്നു സാർ? അയാളുടെ കൊലപാതകത്തിന്റെ പേരിലായിരുന്നു സാർ? അയാളുടെ പേരിൽ മറ്റേതെങ്കിലും ഒരു വർഗീയ കലാപമായിരുന്നോ സാർ നടന്നത്? അല്ല. തീർച്ചയായും നീതിക്ക് വേണ്ടി ഒരു മതപരമായ ചടങ്ങ് നടക്കുന്ന കേന്ദ്രമാണ് പള്ളി. ആ പള്ളിയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കരുത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതല്ലാതെ എന്താണ് ആ പ്രവർത്തകൻ ചെയ്തിരിക്കുന്ന തെറ്റ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല സാർ. അങ്ങനെയുള്ള ആ പ്രവർത്തകനെ 44 വെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവുകൾ പോലീസ് എണ്ണിയതല്ലേ? ആ മുറിവുകളുടെ
എണ്ണം കണക്കാക്കിയിട്ടെങ്കിലും നിങ്ങൾ ഓരോ ദിവസം അവരെ അറസ്റ്റ് ചെയ്യാറുണ്ട്. ഈ സാധിക്കില്ലല്ലോ സാർ. ഇവിടെയാണ് നിങ്ങൾ വേദനിക്കുന്നത്. കുഞ്ഞംസുവിന്റെ ശരീരത്തിലെ മുറിവുകളുടെ എണ്ണം, ആ എണ്ണം കണക്കുള്ള ദിവസമെങ്കിലും അവരെ ഒന്ന് പോലീസിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ വെക്കായിരുന്നില്ലേ? അതുപോലും ചെയ്യാതെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രതികൾ ഇന്നും യതീമായ 7 മക്കൾ, അതിൽ ഒരു കുട്ടി വികലാംഗൻ. ആ യതീമായ 7 മക്കളെയും വികലാംഗനായ കുട്ടികളെയും മുമ്പിൽ കഥാ ആയുധധാരികളായി നടന്ന ആളുകൾ അവരിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിലസുകയാണ്. 90 വയസ്സായിരിക്കുന്ന മാതാവിന് മുമ്പിൽ കൊലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിലസുകയാണ്. ഇവിടെയാണ് നിങ്ങൾ പറയുന്നത് അന്ധൻ ഇരുട്ടിൽ കരിപ്പൂച്ചയെ തപ്പും പോലെയല്ലേ സാർ ഇവിടുത്തെ നടക്കുന്നത്? എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് സമാധാനമേ അറിയൂ. ഇതൊന്നും പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ ഭാഷയായി ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ക്ഷമ കഴിവുകേടായി വ്യാഖ്യാനിച്ചാൽ അതിന് പ്രതികരിക്കാൻ നിങ്ങൾക്കറിയാം. നിയമത്തിന്റെ മാർഗത്തിൽ തന്നെ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു നിയമമുണ്ട്, ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുന്ന നിയമമുണ്ട്. ആ നിയമത്തിൽ നിന്നുകൊണ്ട് അതിന് ശബ്ദിക്കാൻ ഞങ്ങൾ കരുത്തുള്ളവരാണ്, കരുത്ത് തെളിയിച്ചവരാണ്. അത് സത്യത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് പാലക്കാട് ജില്ലയിൽ ഞങ്ങൾ കാണിക്കുക തന്നെ. പോക്കിരിത്തരം പറയുന്നതല്ല ഇത്. ഞങ്ങളൊരു മറ്റേതെങ്കിലും രൂപത്തിലൊരു നിയമം കയ്യിലെടുക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞങ്ങൾക്കും നീതി അറിയാം, നിയമത്തെ അറിയാം. ആ നിയമത്തിന്റെയും ഇന്ത്യൻ ഭരണഘടനയുടെയും എല്ലാത്തിന്റെയും വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഏതെല്ലാം പ്രതിഷേധങ്ങളും ഏതെല്ലാം രൂപങ്ങളും ഈ നാട്ടിൽ നടപ്പാക്കാമെന്ന് ഞങ്ങൾക്കും അറിയാം. പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത് 7 യതീമായ മക്കൾ, അതിലൊന്ന് വികലാംഗൻ, 90 വയസ്സായിരിക്കുന്ന മാതാവ്, അവരുടെ എല്ലാവരുടെയും മുമ്പിൽ 27 പ്രതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പോലീസിന് മാത്രം അവരെ കാണുന്നില്ല. അതിലൊരു പ്രതിയാരാണ്? കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്. അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറും വൈസ് പ്രസിഡന്റും, ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സാർ ആ പഞ്ചായത്തിന്റെ പ്രഥമ പൗരനാണ്. ആ പ്രഥമ പൗരസ്ഥാനത്തെ കസേരയിലേക്ക് ഇരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി അക്രമത്തിന് വേണ്ടി ആയുധം വേണ്ടി എന്ന് പറയുമ്പോൾ അയാളല്ലേ സാർ ഒന്നാം പ്രതി? ആ പിടിക്കാൻ ഈ പോലീസിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ, അയാളെ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള നിയമം എഴുതാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ, അയാളെ രക്ഷപ്പെടുത്തുന്ന അയാൾക്ക് ഓശാന പാടുന്ന രീതിയിൽ നമ്മൾ FIR തയ്യാറാക്കുമ്പോൾ എന്താണ് സാർ ഞങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് നിയമം പറഞ്ഞു തരൂ സാർ. ഞങ്ങൾ ഈ വിഷയത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങളെ പ്രവർത്തകർ എന്ത് തെറ്റാണ് ചെയ്തത്? തീർച്ചയായും ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ മാന്യൻ അദ്ദേഹം ഇപ്പോഴും സിദ്ദീഖ് എന്ന അദ്ദേഹം ഇന്നും അദ്ദേഹം നടുറോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിയ മക്കളുടെ മുമ്പിലൂടെ 90 വയസ്സായ മാതാവിന്റെ മുമ്പിലൂടെ വികലാംഗയായ കുട്ടിയുടെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഈ വേദന ആരോടാണ് പറയേണ്ടത്? ഈ രാജ്യത്ത് ആരോടാണ് ഞങ്ങൾക്ക് സംസാരിക്കേണ്ടത്? ഇവിടെയാണ് ഞങ്ങൾക്ക് SP സാറിനോട്, ഇവിടുത്തെ പോലീസ് മേധാവികളോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് DYSP സാറിനെ സമീപിച്ചു. ഞങ്ങളുടെ മുഴുവൻ നേതാക്കളും ജില്ലയിലെ നേതാക്കൾ സമീപിച്ചു. അന്ന് അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എന്താണ്? നിങ്ങൾ സമാധാനിക്കുക. നിങ്ങളെങ്കിലും സമാധാനികളാണല്ലോ, നിങ്ങളോട് മര്യാദ പറയാൻ പറ്റുമല്ലോ, നിങ്ങൾ സമാധാനിക്കുക. 3 മാസത്തിനുള്ളിൽ ഇതിന് ശക്തമായ രീതിയിൽ തീരുമാനമുണ്ടാകും. ഞങ്ങൾ 3 മാസമല്ല, 3 മാസവും ഈ 10 ദിവസവും കാത്തു. എന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ വഴിക്ക് ആലോചിക്കുന്നത്. ഇന്ന് 3.5 മാസം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കൊലയാളിയായ ഒരാൾ ഇവിടെ നിന്ന് വിദേശത്തേക്ക് നാട് കടന്നു. കൊലയാളികളിൽ പെട്ട 17 ആളുകളെ പേരിന് മാത്രം അറസ്റ്റ് ചെയ്ത് അവരെ വിട്ടു. ബാക്കിയുള്ള ആളുകൾ അവരെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല, ഒന്നാം പ്രതിക്ക് വേണ്ട എല്ലാ ഒത്താശകളും അവിടുത്തെ പോലീസ് ചെയ്തു കൊടുക്കുന്നുവെന്ന സങ്കടകരമായിരിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ രാജ്യത്തിന്റെ നിയമം അനുവദിക്കുന്ന റൂട്ടിൽ ഞങ്ങളൊരു പ്രതിഷേധത്തിന്റെ ബിസ്മി ചൊല്ലിയിരിക്കുകയാണ്. ഇത് മാത്രമാണ്, ഇത് മാത്രമാണ്, ഇത് ജഡ്ജി വരെ പോകും സാർ. അത്
ഇന്നത്തെ ഈ പ്രതിഷേധ ധ്വനി ഇത് സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാകാൻ പോവുകയാണ്. പക്ഷെ അതിന് മുമ്പ് അത് നിങ്ങളോട് പറഞ്ഞിട്ടാവാം എന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഈ നടു റോഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. ഞങ്ങളുടെ പ്രവർത്തകന്മാർ അവിടെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. തികച്ചും ഒരു മുസ്ലിം മഹല്ലത്തിൽ നടക്കേണ്ട നീതിപൂർവമായ ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഒരു മഹല്ലത്തിൽ മുസ്ലിംകൾ മാർക്കറ്റിലുണ്ടാകും, മുസ്ലിം ലീഗിലുണ്ടാകും, കോൺഗ്രസിലുണ്ടാകും, മറ്റ് പല പാർട്ടികളിലുണ്ടാകും. ആ പാർട്ടികളിലെല്ലാം മുസ്ലിംകളുണ്ട്. അവിടുത്തെ പള്ളി എല്ലാ വിഭാഗത്തിനും ആരാധിക്കാനുള്ള കേന്ദ്രമാണ്. ആ പള്ളിയുടെ മിമ്പറിൽ സ്റ്റേജിൽ നേതൃത്വം നൽകുന്ന അവിടുത്തെ ലീഡർ, അവിടുത്തെ ഇമാം, അദ്ദേഹം എല്ലാവർക്കും സന്തോഷകരമായി നിൽക്കേണ്ട ആളാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആത്മീയ പ്രാർത്ഥന നടത്തേണ്ട ആളാണ്. പക്ഷേ ആ പള്ളി മെഹ്റാബ് ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുമ്പോൾ, ആ പള്ളി ഇമാമ് ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം പ്രസംഗിക്കുമ്പോൾ, ആ പള്ളി ഇമാമിന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിംകളിലെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമായി നീങ്ങുമ്പോൾ, ബാക്കിയുള്ള ആളുകളെല്ലാം വേദനിപ്പിക്കുന്ന രീതിയിൽ ആവരുതേ എന്ന ഒരു സത്യം അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ടില്ലേ? 2 സഹോദരന്മാർ, നൂറുദ്ദീനും ഹംസയും. അദ്ദേഹത്തെ 2 പേരെയും അത് കൊല ചെയ്തിട്ട് ആ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇന്നും ആ 90 വയസ്സായ മാതാവിന് മുമ്പിലൂടെ വെലസി നടക്കുന്നു എന്ന് കാണുമ്പോൾ, ഓ പ്രിയപ്പെട്ട സാർ, ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹായികൾ, ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ ഞങ്ങളാണ് നിങ്ങളെ സഹായിക്കാറുള്ളത്. ഞങ്ങളുടെ ഓരോ സമയത്തും പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ ഞങ്ങളുടെ കേരള യാത്രക്കോ ഞങ്ങളുടെ ഒരുപാട് സമ്മേളനങ്ങൾക്കോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നാൽ നമുക്കറിയുന്നതല്ലേ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ചായ കുടിച്ച് സന്തോഷിച്ചിരിക്കുക. പണികളെല്ലാം ചെയ്യേണ്ടത് ഞങ്ങളുടെ പ്രവർത്തകരാണ്. നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ട ഒരു ഗതികേട് ഞങ്ങളുടെ ഒരു സമ്മേളനത്തിലോ ഒരു പ്രതിഷേധത്തിലോ നിങ്ങൾ വരുത്താം. 540 IAS-കാരും IPS-കാരും ഉള്ളതാണ് കേരളത്തിന്റെ തലസ്ഥാന നഗരി. ആ തലസ്ഥാന നഗരിയിൽ ഞങ്ങൾ കേരള യാത്ര സമാപിച്ചതിന്റെ പിറ്റേ ദിവസം ഞാൻ VIP-കളായ ആളുകൾ പറഞ്ഞു, തിരുവനന്തപുരം ഒരുപാട് സമ്മേളനങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും അച്ചടക്കമുള്ള ഒരു സമ്മേളനം ആദ്യമാണ്. ഇത്രയും സന്തോഷമുള്ള ഒരു സമ്മേളനം ആദ്യമാണ് എന്ന് അവരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചത് ഞങ്ങൾക്ക് ഞങ്ങളെ നേതാക്കൾ നൽകുന്ന ആത്മീയമായ ഉപദേശമുണ്ട്, ആ ആത്മീയ നിർദ്ദേശമുണ്ട്. അതിൽ നിന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾ പ്രവർത്തിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോലീസ് മേധാവികളോട്, ആഭ്യന്തര വകുപ്പിനോട്, ആഭ്യന്തര മന്ത്രി സാറിനോട് എല്ലാം ഞങ്ങൾക്ക് ഓർത്താനുള്ളത്, നീതി ലഭിച്ചില്ലെങ്കിൽ ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് വ്യാപകമാകും. ഇത് സംസ്ഥാനത്തിലുടനീളം വ്യാപകമായി വരും. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, അതിന് നിങ്ങൾ അവസരം ഒരുക്കരുത്. ഞങ്ങൾക്ക് നീതിയുടെ മുമ്പിൽ, നിയമത്തിന് മുമ്പിൽ കുറ്റവാളികളെ കൊണ്ടുവന്ന് ആ 90 വയസ്സായ മാതാവിന് 7 വയസ്സായ 7 യതീമായ മക്കളെ, ആ മക്കളെ, ഓ പോലീസാർ, നിങ്ങൾക്കൊന്നും ഉമ്മയില്ലേ സാറേ? നിങ്ങൾക്കൊന്നും ഭാര്യമാരില്ലേ സാറേ? നിങ്ങൾക്കൊന്നും മക്കളില്ലേ സാറേ? നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയും നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി പോലീസുകാരന്റെ പേന ചലിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭാര്യമാരില്ലേ? നിങ്ങൾക്ക് മക്കളില്ലേ? വേദനയോടുകൂടി ചോദിക്കുകയാണ്. ഞങ്ങൾക്കിതൊന്നും പരിചയമുള്ള കാര്യമല്ല. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അനാഥ മക്കളെ ഓർത്തുകൊണ്ട്, 90 വയസ്സായിരിക്കുന്ന മാതാവിനെങ്കിലും ഓർത്തുകൊണ്ട്, അവരുടെ വേദന മാറുന്നത് വരെയെങ്കിലും ഇവരെ ഒന്ന് ധൈര്യടക്കാൻ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരോടാണ് ഇത് പറയേണ്ടത്? തീർച്ചയായും ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, രാജ്യത്തൊരു നിയമമുണ്ട്, രാജ്യത്ത് കോടതിയുണ്ട്, രാജ്യത്ത് നിയമ സംഹിതയുണ്ട്, രാജ്യത്ത് ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുവദിക്കുന്ന, രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന, രാജ്യത്തെ നിയമം നമുക്ക് നൽകുന്ന മാർഗത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രതിഷേധിക്കണം, നമുക്ക് പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. നാം ഒരിക്കലും നിയമം കയ്യിലെടുക്കേണ്ടതില്ല. നാം ഒരിക്കലും ആയുധധാരികളാകേണ്ടതില്ല. കുണ്ടൂരിലെ കുഞ്ഞുവിനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ നാം ആയുധമെടുത്തിട്ടില്ല. നെല്ലിക്കുത്തുസ്താദിന്റെ നെറ്റിയിലേക്കും നെഞ്ചിലേക്കും കടാര കുത്തിയപ്പോൾ നമ്മൾ ആയുധം എടുത്തിട്ടില്ല. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒട്ടേറെ 10ഓളം വരുന്ന ശുഹദാക്കൾ നമുക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും നാം കടാരി എടുത്തിട്ടില്ല. അവിടെ എവിടെയും നമ്മുടെ പേരിൽ ഒരു കേസും നിലനിൽക്കുന്നില്ല. പോലീസിന്റെ ശരിയായ രൂപത്തിലുള്ള അന്വേഷണം നടന്നാൽ നമുക്കെതിരെ ഒരിക്കലും ഒരു
ചാർജ് ഷീറ്റ് ഉണ്ടാവുകയില്ല. കേരളത്തിൽ നമുക്ക് 6000-ലധികം വരുന്ന യൂണിറ്റ് കമ്മിറ്റികൾ SYS-ലുണ്ട്. അതേപോലെ SSF-നുണ്ട്, സംസ്ഥാന കമ്മിറ്റിയുണ്ട്, ജില്ലാ കമ്മിറ്റിയുണ്ട്, പഞ്ചായത്ത് കമ്മിറ്റിയുണ്ട്, മുനിസിപ്പൽ കമ്മിറ്റിയുണ്ട്, കോർപ്പറേഷൻ കമ്മിറ്റികളുണ്ട്, യൂണിറ്റ് കമ്മിറ്റികളുണ്ട്. നമ്മുടെ ഓരോ ഓഫീസിലും ഇതുവരെ പോലീസ് റെയ്ഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സംശയത്തിന്റെ പേരിൽ നമ്മുടെ ഒരു പ്രവർത്തകനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ട്? നാം നീതിയുടെ പക്ഷത്തിൽ നിന്നിട്ടുള്ളൂ. നമുക്ക് പോലീസിനേക്കാളും ഗവൺമെന്റിനേക്കാളും ഒക്കെ ഭയപ്പെടേണ്ടത് നട്ടുച്ച വെയിലിന്റെ ചൂടും നഷ്ടപ്പാതികളുടെ കൂരിട്ടും വ്യത്യാസമില്ലാതെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കാണുന്ന ഒരു ഉടയ തമ്പുരാനുണ്ട്. അല്ലാഹു അല്ലാഹു അല്ലാഹുവിനെയാണ് നമ്മുടെ ഭയം. ആ അല്ലാഹു നമ്മോട് ചോദിക്കുന്നതിന് മറുപടി പറയാനാണ് നമ്മുടെ യഥാർത്ഥ ഭയം. അത് ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ നിയമം അതെന്താണ്? അത് സമാധാനമാണ്. ഇസ്ലാം സമാധാനം, മുസ്ലിം സമാധാനി. സമാധാനത്തിന്റെ മുസ്ലിമിനെ സൃഷ്ടിച്ചവനും ഇസ്ലാം നൽകിയവനുമായ അള്ളാഹുവിന്റെ പേര് അസ്സലാം, സമാധാനത്തിന്റെ ദാതാവ്. സമാധാനത്തിന്റെ ദാതാവ് സമാധാനികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ കേന്ദ്രം ശാശ്വത ജീവിതത്തിന് ദാറുസ്സലാം, ശാന്തി ഭവൻ. സ്വർഗത്തിന്റെ പേര് ദാറുസ്സലാം എന്നാണ്. ആ ശാന്തി ഭവനിലേക്ക് പതുക്കെ പതുക്കെ നടന്നെടുക്കുന്ന നമുക്ക് സമാധാനിയായ റബ്ബിനെ നോക്കേണ്ടതുണ്ട്, സമാധാനമായി ഇസ്ലാമിനെ നോക്കേണ്ടതുണ്ട്, മുസ്ലിം എന്ന സമാധാനി എന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത് ഞങ്ങളുടെ കഴിവുകേടായി വ്യാഖ്യാനിക്കല്ലേ. അത് ഞങ്ങളുടെ ക്ഷമ കഴിവുകേടായി വ്യാഖ്യാനിച്ചാൽ അത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ ഇനിയും റോഡിലിറക്കേണ്ട ഞങ്ങളെ മഹാഗുരുവര്യന്മാരെ